ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത ലെസൺ എന്ന് പറയുന്നത് എവിഡൻസ്. നമ്മളുടെ എവിഡൻസ് ആണ്. ഓഡിറ്റ് എവിഡൻസ് എന്തായാലും പഠിക്കുക. സഫിഷ്യൻസി എന്താണെന്നറിയാം, അപ്രോപ്രിയേറ്റ്നെസ് എന്താണെന്നറിയാം. പിന്നെ ഇത് തിയറി ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഒരു എവിഡൻസ് മതി എന്നുള്ളത് ഓഡിറ്റർ കണക്കാക്കുന്നതെന്നുള്ളത്. പിന്നെ റിലയബിലിറ്റി, റെലവൻസ് ഒക്കെ ജസ്റ്റ് ഓടിച്ചു നോക്കുക. പിന്നെ വേണ്ടത് എസേർഷൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസേർഷൻസ് നന്നായിട്ട് അതിന്റെ ഡെഫിനിഷൻസ് അടക്കം പഠിച്ചാൽ മാത്രമാണ് പ്രൊസീജിയേഴ്സ് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ കേട്ടാ. ഞാനിത് ഡേ 1 തൊട്ട് പറയുന്നതാണ്. എസേർഷൻസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. ടെസ്റ്റിംഗ് എസേർഷൻസ് വായിച്ചു വെക്കുക. റെസ്പോൺസിനും റിസ്കിന്റെ റെസ്പോൺസിനും പിന്നെ പ്രൊസീജിയേഴ്സിനും ഹെൽപ്പ് ചെയ്യും നല്ലോണം. പിന്നെ സോഴ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് പഠിച്ചു വെക്കുക. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്താന്നൊക്കെ അറിഞ്ഞു വെക്കുക. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പഠിച്ചു വെക്കുക. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയറും ടെസ്റ്റ് ഓഫ് ഡീറ്റെയിലും തമ്മിലുള്ള ഡിഫറൻസ് വായിച്ചു വെക്കുക. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സൂട്ടബിലിറ്റി, ഇത് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഓക്കെ. പിന്നെ ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് വായിച്ച് മനസ്സിലാക്കി വെക്കുക, നല്ലോണം മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊസീജിയേഴ്സിനായാലും റെസ്പോൺസിനായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ. പിന്നെ ഉള്ളത് സാമ്പിളിങ്. സാമ്പിളിങ്ങില് ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സാമ്പിളിംഗ് മെത്തേഡ്സ് ജസ്റ്റ് വായിച്ചു വെക്കുക. OTQs ഒക്കെ വരാൻ ചാൻസ് ഉള്ള സാധനം. പിന്നെ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് വായിച്ചു വെക്കുക. പിന്നെ ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വെക്കുക. കമ്പ്യൂട്ടർ കാറ്റ്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എത്തിക്സിന്റെ കൂടെ തന്നെ വീണ്ടും ആഡ് ചെയ്ത ആ ഒരു പാർട്ടാണ് കാറ്റ്, അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റ് ടെക്നിക്സ്. എന്തായാലും പഠിച്ചു വെക്കണേ. പിന്നെ അതില് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വെറും ഷോർട്ട് നോട്ട്സ് ആണ്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇത് അഡ്വാൻറ്റേജസ് എഴുതി കൊടുക്കുക. എന്നിട്ട് 1 2 3 4 എന്നുള്ള ലെവലിൽ പോവുക. സബ് ഹെഡിങ് എഴുതുക. അതിനെപ്പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ക്ലിയർ? ചെറുതായിട്ട് ഒരു 2 ലൈൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതേപോലെ വേണം എഴുതാൻ. ഇതുപോലെ പോയിന്റ്സ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ 4 വെറും 2 മാർക്ക് എന്നുള്ള രീതിയിലേ കിട്ടത്തുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. പിന്നെ ഡിസഡ്വാൻറ്റേജസ് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ സെഷൻ തൊട്ടിട്ടാണ് ഇത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും സ്പെസിഫിക്കലി പറഞ്ഞിട്ടാണ് റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം മാക്സിമം ബൈ ഹാർട്ട് പഠിക്കാം കേട്ടാ, വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതൊക്കെ വായിച്ചു വെക്കുക. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു തിയറി ആയിട്ട് ഉണ്ടായിരുന്നു ടെക്സ്റ്റിൽ അല്ലേ, കിറ്റില്. അതായത് ഇതല്ല, ഔട്ട്സോഴ്സിങ്ങിന്റെ ആണ് ഉണ്ടായല്ലേ. ഇതും വായിച്ചു വെക്കണേ. മാനേജ്മെന്റ് എക്സ്പേർട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു രീതി, ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അതൊക്കെ. പിന്നെ റിലയൻസ് ഓൺ ഇന്റേണൽ ഓഡിറ്റ് എന്തായാലും വായിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. പിന്നെ ഇവാലുവേറ്റിംഗ് ഇന്റേണൽ ഓഡിറ്റ്, പിന്നെ ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. യൂസിങ് ഇന്റേണൽ ഓഡിറ്റ് ഫോർ അസിസ്റ്റൻസ് വായിച്ചു വെക്കുക. സർവീസ് ഓർഗനൈസേഷന്റെ യൂസേജ് എന്തായാലും പഠിക്കാം കേട്ടോ. ഈ ഒരു സാധനമാണ് കിറ്റിലെന്ന് ഉണ്ടായതല്ലേ, ഡബിൾ കിറ്റില്. ആ എന്തായാലും പഠിച്ചു വെക്കണേ. ഇനി എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇത് വെറും തിയറി ആണ്. ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാല് കമ്പനിയുടെ പേരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇത് വേണം, അസസിങ് റിസ്ക് എന്തായാലും വേണം ഓഫ് സർവീസ് ഓർഗനൈസേഷൻ. പിന്നെ ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടില് സർവീസ് ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്സും പഠിക്കുക, ഡിസഡ്വാൻറ്റേജസും ഡിമെറിറ്റ്സും അല്ലെങ്കിൽ ഡ്രോബാക്കും പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻ എവിഡൻസ് ചാപ്റ്റർ. ഇനി 8th വൺ കൺട്രോൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ചിലപ്പം നമുക്ക് ഒഴിവാക്കാൻ മാത്രം അങ്ങനെ ഒന്നും കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിത് അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ആ
ഇപ്പം കൺട്രോൾസിന്റെ കാര്യത്തില് മൊത്തം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഹൈ റിസ്ക് കൺട്രോൾ എന്താണ്, ലോ റിസ്ക് കൺട്രോൾ റിസ്ക് എന്താണെന്നുള്ളത്. ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൺട്രോൾ എൻവയൺമെന്റ്, കൺട്രോളിന്റെ കമ്പണൻസ് മൊത്തത്തിൽ പഠിച്ചു വെക്കാം. കൺട്രോൾ എൻവയൺമെന്റ്, റിസ്ക് അസസ്മെന്റ് പ്രോസസ്, ഇൻഫർമേഷൻ സിസ്റ്റം, കൺട്രോൾ ആക്ടിവിറ്റീസ്, മോണിറ്ററിങ്, ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് എന്തായാലും പഠിച്ചു വെക്കണേ. പിന്നെയുള്ളത് ഈ ചാപ്റ്റർ മൊത്തം വേണം. ഞാനിത് അന്ന് തന്നെ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വേണേ. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള കോമൺലി ആസ്ഡ് തിയറി ക്വസ്റ്റ്യൻസ് ഇതൊക്കെ. ഓക്കെ, ഇതിന് ഐ സി ക്യു ക്വസ്റ്റ്യൻസ് ആണ് മിസ് കൊടുക്കണം ചെയ്യാൻ പഠിക്കണം. ഇത് ഈ വേർഡിങ്സ് പഠിക്കണം എന്നില്ല, ജസ്റ്റ് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാ. ICQയും വേർഡിങ്ങും ICEQ വേർഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഒന്ന് യെസ് ഓർ നോ ആണ്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തന്ന എക്സാമ്പിളാ. അത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതെന്തായാലും പഠിക്കണം. അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്തായാലും പഠിക്കണം. പിന്നെ ഇനി അങ്ങോട്ടുള്ളതൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലേ? അതെ, ഇതാണ് കൺട്രോൾ പ്രൊസീജിയേഴ്സ്, കൺട്രോൾസ് ആണ്. കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോളും കൺട്രോൾ ഓബ്ജക്റ്റീവ്സ് ഒക്കെ ആണ് നിർബന്ധമായിട്ട് പഠിക്കുക. സ്കിപ്പ് ചെയ്യാനുള്ള ആ ഒരു ചിന്തയെ നിങ്ങളെ മനസ്സിൽ പോകരുത് കേട്ടോ. മൊത്തത്തിൽ ടുവേർഡ്സ് ദി എൻഡ് മൊത്തത്തിൽ അങ്ങ് കലക്കി കുടിക്കാം കേട്ടാ. ഞാനിത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു. അല്ല, നമ്മള് ഓൾറെഡി പ്രൊസീജിയേഴ്സും പിന്നെ മിസ്സിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഇതില്ലേ, ആ അതന്നെയല്ലേ ഇതിലും വരുന്നത്? അതെ, സെയിം തിങ്. നമ്മൾ എന്താണോ കൊടുത്തത്, എന്താണോ റെക്കമെൻഡേഷൻ കൊടുത്തത്, അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ, അത്രേ ഉള്ളൂ. അത് ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത ഒരു സാധനമാണ് സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസീസ്. അത് ടെക്സ്റ്റില് ഒരു കിറ്റിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് അവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഇതിലൊരു 6 പഠിച്ചു വെക്കുക കേട്ടാ. ഇനി അടുത്തത് 9th ചാപ്റ്ററില് ഇന്റേണൽ ഓഡിറ്റും വളരെ ഞാന് ആ ലെസൺ നല്ലോണം ഷോർട്ടാക്കി വെച്ച സാധനമാണ്. അപ്പൊ ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് ഷോർട്ടാക്കാനൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇന്റേണൽ ഓഡിറ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഈ ഡിഫറൻസ് ഡിഫറൻസും വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് ആക്ടിവിറ്റീസ് ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ അഡീഷണൽ റോൾസ് എന്തൊക്കെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. പിന്നെ ഇത് എന്തായാലും കുറച്ച് പഠിച്ചു വെക്കുക. ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് പഠിച്ചു വെക്കുക. പിന്നെ ഔട്ട്സോഴ്സിംഗ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പഠിച്ചു വെക്കുക. ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കോമൺ ആയിട്ടില്ല, അത് മറ്റീനും യൂസ് ചെയ്തൂടെ? ഔട്ട്സോഴ്സിംഗിന്റെ ഇതിന്റെ അല്ലേ? ആ ഉണ്ട്, അത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ഇന്റേണൽ ഓഡിറ്റ് അസൈൻമെന്റ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കെ. വേറെ എന്തൊക്കെയാണ് അതർ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ദാറ്റ് ദി ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഡു, ഇതാണ്. പിന്നെ റിപ്പോർട്ടിംഗ് ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇത് ഈ ലെസണിൽ നിങ്ങൾക്ക് വരിക ഇന്റേണൽ ഓഡിറ്റിന്റെ ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും ടെസ്റ്റ് ഓഫ് കൺട്രോൾ ഒക്കെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് എ മൊമെന്റ്, അതിലൊരു മിനിറ്റ്. അപ്പൊ 9th ചാപ്റ്ററിൽ ഇതാണ്. ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി ഒരു പെർസ്പെക്റ്റീവ് എന്തായാലും വെക്കണം, എന്നാലും മാത്രമാണ് ഡെഫിഷ്യൻസി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. 5th ചാപ്റ്റർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് മൊത്തത്തില്. അത് നിങ്ങളിപ്പോ ഓൾറെഡി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം റെഫർ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നല്ലേ. യെസ്. ഇത് വളരെ ഷോർട്ട് ആൻഡ് വേർഷൻ ആണ്. ഇതിലുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങൾ ACCA ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. ഞാൻ ജസ്റ്റ് കുട്ടികൾക്ക് വേഗം ഒന്ന് എടുത്ത് നോക്കാന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തതാണ്. 11th കംപ്ലീഷൻ ആൻഡ് റിവ്യൂല്
ഫൈനൽ റിവ്യൂ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ ഇവാലുവേഷൻ ഓഫ് മിസ്റ്റേറ്റ്മെന്റ്സ് എന്തായാലും പഠിക്കുക. അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് നമ്മൾ നീങ്ങുക എന്നുള്ളത് പഠിക്കാം. പിന്നെ സബ്സീക്വന്റ് ഇവന്റ്സ് പഠിക്കുക. സബ്സീക്വന്റ് ഇവന്റ്സ് റിവ്യൂ പഠിക്കുക. IAS 10 പിന്നെ അറിയാലോ, ആക്റ്റീവ് ഡ്യൂട്ടി പാസീവ് ഡ്യൂട്ടി എന്തായാലും അറിഞ്ഞിരിക്കണേ. പിന്നെ പ്രൊസീജിയേഴ്സ്, ഈ സബ്സീക്വന്റ് ഇവന്റ്സിന്റെ പ്രൊസീജിയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത്രയും ഷോർട്ട് ആൻഡ് വേർഷനാ. ബൈ നൗ നിങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്ത് ഇത് എങ്ങനെ സെന്റൻസിലാക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറയണ്ടില്ലല്ലോ. രണ്ടെണ്ണം എനിക്ക് കിട്ടാത്ത, ഒന്ന് ഇതും പിന്നെ ഇൻവെന്ററി കൗണ്ടിനും. ഇത് കിട്ടാനുണ്ടോ? ഒന്നുകൂടി ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കണേ. അതേപോലെ ഗോയിങ് കൺസേണിന്റെ പ്രൊസീജിയേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഓക്കെ, ഒരു 5-എണ്ണെങ്കിലും മാക്സിമം പഠിക്കാം. പിന്നെ റിട്ടേൺ റെപ്രസെന്റേഷൻസിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. പിന്നെ റിട്ടേൺ റെപ്രസെന്റേഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്നുള്ളത് വായിച്ചു നോക്കുക. റിട്ടേൺ റെപ്രസെന്റേഷൻ മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാറ്റേഴ്സ് റിക്വയർഡ് ബൈ അതർ ISA, എന്തൊക്കെയാണ് വേറെ ISA പ്രകാരം നമുക്ക് വേണ്ടതെന്നുള്ളത് വായിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. വായിക്കണ്ട, പഠിച്ചു, ISA ആണ്. പിന്നെ ഗോയിങ് കൺസേണിന്റെ റെസ്പോൺസിബിലിറ്റീസ് ജസ്റ്റ് വായിച്ചു നോക്കുക. ചിലപ്പം ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ചില സമയത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു 3% ചാൻസ്. 12th വൺ റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിങ്ങിലെ എലമെന്റ്സ് ഓഫ് റിപ്പോർട്ട് ഉറപ്പായിട്ട് പഠിക്കുക. ഒരു മിനിമം ഒരു 8 അല്ലെങ്കിൽ 6 പോയിന്റ്സ് പഠിക്കാം. പിന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് പഠിക്കാം. എൻഡ് റിസൾട്ട് ഓഫ് എൻ ഓഡിറ്റ് ആണ് ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ ബൈ ഡിഫോൾട്ട് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് ഞാൻ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ മോഡിഫൈഡ് റിപ്പോർട്ട് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക. മെറ്റീരിയൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ക്യാമും മറ്റേ ഓഡിറ്റ് റിപ്പോർട്ട് എഴുതുമ്പോഴാണ് ഇതിന്റെ തിയറി ബേസിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുത്തിട്ട് അപ്പുറം എഴുതാനുള്ളതാ. അണ്ടർസ്റ്റുഡ്? ഇതിലുള്ള തിയറി യൂസ് ചെയ്ത് സെനേറിയോ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. റിപ്പോർട്ടിങ്ങിന് മിനിമം 5 മാർക്സിനാണ് വരിക. അത് കഴിഞ്ഞ സെഷന് വരാത്തത് കൊണ്ട് ചാൻസസ് ആർ ഈ സെഷന് എന്തായാലും വരും. ക്യാം എന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? ക്യാമും ചോദിക്കാറുണ്ട്. ഇതേപോലെ ഇടവിട്ടിട്ടാണ് ചോദിക്കാറ്. ലാസ്റ്റ് ചോദിച്ചത് മാർച്ചിനായിരുന്നു. ക്യാം അല്ലെങ്കിൽ റിപ്പോർട്ടിങ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് വരിക, രണ്ടും വരത്തില്ല. പഠിക്കുമ്പോൾ പിന്നെ രണ്ടും പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ക്യാം കംപ്ലീറ്റ് ഫോമാറ്റ് അതുപോലെ അങ്ങ് പഠിക്കലാണ്. റിപ്പോർട്ടിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെനേറിയോ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിലൊക്കെ ചെയ്യാം. ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താൽ മതി ഓഡിറ്റ് റിപ്പോർട്ടിന് എന്താ ആക്കുക എന്നുള്ളത്. അതൊക്കെ ചെയ്തല്ലേ, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ റെക്കോർഡിങ്സ് ഒന്നും കൂടി നോക്കട്ടാ. റിപ്പോർട്ടിന്റെ റെക്കോർഡിങ്സ് വേറെ തന്നെ നെയിം ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ, നോക്കിയാൽ മതി കേട്ടാ. റിപ്പോർട്ടിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ടൈമിങ് ഒന്ന് നോക്കി വെക്കണേ, എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് കേട്ടാ. പിന്നെ ഉള്ളത് 13th മറ്റേതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ആണ്. 13th ലെസൺസ് ഇതായത് ഈ സാധനം കംപ്ലീറ്റ്ലി സ്റ്റാൻഡേർഡ്സ് ആണ്. അതെന്തായാലും FR പഠിക്കുന്നോണ്ട് നിങ്ങളെ കയ്യിലുണ്ടാവും. വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ടെക്നിക്കൽ ആർട്ടിക്കിൾസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഉണ്ട് നോക്കാൻ. ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ എടുക്കാണേ. ഓഡിറ്റ് ഫ്രെയിംവർക്ക് ആൻഡ് റെഗുലേഷൻ തന്ന നോട്ട്സ് അതേപടി പഠിച്ചാൽ മതി, ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ. പ്ലാനിങ് ആൻഡ് റിസ്ക് അസസ്മെന്റ് അതും അതുപോലെ പഠിക്കാം. ഇന്റേണൽ കൺട്രോൾസ് ഞാൻ ഇപ്പൊ എടുക്കും, അതിലപ്പുറം വേറെ ഒന്നുമില്ല. ഇന്റേണൽ കൺട്രോൾസിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എന്താ വെച്ചാ ദി ഓഡിറ്റ് ഓഫ് വേജസ്. എടാ ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു എന്തായാലും വരും എക്സാമിന്.
ഇപ്പൊ ഓഡിറ്റ് വേജസ് ഇൻ റിലേഷൻ ടു പേറോൾ ആന്നുള്ളത് മനസ്സിലിരിക്കാം കേട്ടോ. ഇപ്പൊ പേറോളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടാവും, വേജസിന്റെ ഓഡിറ്റിൽ ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. ഇപ്പൊ ഇവിടെ വേജസിന്റെ കൺട്രോൾ ഒബ്ജക്റ്റീവ്സ് ഇതാണ്. അതായത് എംപ്ലോയീസിന് കൃത്യമായിട്ട് ആ പേറോളിന്റെ ആ സാധനം ഇല്ലേ, ഞാൻ കൺട്രോൾ ചാപ്റ്ററിൽ ലാസ്റ്റ് ഉള്ള ആ സാധനം തന്നെ. അതായത് വർക്ക് ഡണ്ണിനാണ് പൈസ കൊടുക്കുന്നതെന്ന് എൻഷുർ ചെയ്യുക, പിന്നെ വാലിഡ് എംപ്ലോയീസിനാണ് കൊടുക്കുന്നതെന്ന് എൻഷുർ ചെയ്യുക, പിന്നെ എല്ലാ വേജസും ഓത്തറൈസ്ഡ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യുക, പിന്നെ വേജസ് അവരുടെ റേറ്റ് പേക്ക് അനുസരിച്ചിട്ടാണ് കൊടുത്തതെന്നുള്ളത് എൻഷുർ ചെയ്യുക, പിന്നെ വേജ് കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യുക, പിന്നെ എല്ലാ ട്രാൻസാക്ഷൻസും കറക്റ്റ്ലി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക, അതേപോലെ വേജസിന്റെ പേയി ഡിഡക്ഷൻസ് അതായത് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇവിടെ ICQസും ICEQs വേർഡിങ്സും കണ്ട, ഇത് നിങ്ങൾക്ക് OTQs ആയിട്ടായിരിക്കും ചോദിക്കുക കേട്ടാ. അപ്പൊ എന്തൊക്കെയാണ് ICQ വേർഡിങ്സ് എങ്ങനെയായിരിക്കും? ക്യാൻ എംപ്ലോയീസ് ബി പെയ്ഡ് ഫോർ വർക്ക് നോട്ട് ഡൺ? നമ്മൾ ചോദിക്കുവാണ്, അവർ ചെയ്യാത്ത പണിക്ക് നിങ്ങൾ കൊടുക്കുവോ? അപ്പൊ യെസ് ഓർ നോ ആൻസർ ആണ്. ക്യാൻ വേജസ് പെയ്ഡ് ടു ICQ ആണ്. ക്യാൻ വേജസ് ബി പെയ്ഡ് ടു ഫിക്ടീഷ്യസ് എംപ്ലോയീസ്? നോ, യെസ് ഓർ നോ ആൻസർ ആണ്. ക്യാൻ ഓത്തറൈസ്ഡ് വേജസ് ബി പെയ്ഡ്? അൺഓത്തറൈസ്ഡ് വേജസ് ബി പെയ്ഡ്? അതേപോലെ എറർ കാൽക്കുലേഷൻസിന് ഉണ്ടോ? അതേപോലെ വേജസ് കോസ്റ്റ് ഇൻകറക്ട്ലി റെക്കോർഡഡ് ആയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം വായിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. 3 പ്രാവശ്യം നിർബന്ധമായിട്ട് 3 ടൈംസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക കേട്ടാ. ഇനി സ്റ്റേജസ് ഇൻ വേജസ് സിസ്റ്റം, വേജസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാ പറയാൻ പോകുന്നത്. ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, അവരുടെ ജോയിനേഴ്സ് ഫോം, ലീവേഴ്സ് ഫോം അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ് ഫോം ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇടമുണ്ട്, അതാണ് മാസ്റ്റർ ഫയൽ ഡാറ്റ. ഓക്കെ. അപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ മാസ്റ്റർ ഫയൽ ഡാറ്റയിൽ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അവരെപ്പോഴാണ് ജോയിൻ ചെയ്ത്, അതായത് ജോയിനേഴ്സ് ഫോമിൽ അവർ ജോയിൻ ചെയ്ത ഡേറ്റ്, ടൈം, പിന്നെ അവരുടെ പേ റേറ്റ് ഇതൊക്കെ, അല്ലെങ്കിൽ അവരുടെ നെയിം, അഡ്രസ്, പ്രൂഫ് ഓഫ് ദി എംപ്ലോയീസ്, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഡാറ്റ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ആ ഒരു ഫയലിനെയാണ് എന്ത് പറയുന്നത്, മാസ്റ്റർ ഫയൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിനെ തന്നെയാണ് എന്തും പറയാ, സ്റ്റാൻഡിങ് ഡാറ്റ എന്ന് പറയാ. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പൊ ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റാർട്ട് ഓഫ് എംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റ് നമ്പർ, പേ റേറ്റ്, ടാക്സ് കോഡ് എക്സെട്ര. ക്ലിയർ? ഇനി ഇതിന്റെ അനുബന്ധിച്ചിട്ടുള്ള റെലവെന്റ് കൺട്രോൾസ് എന്തൊക്കെയാണ്? മാസ്റ്റർ ഫയൽ ഡാറ്റ ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? പിന്നെന്താണ്? ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഒഫീഷ്യൽ ആയിരിക്കണം അതിന് ആക്സസ് ഉണ്ടാവേണ്ടത്. ഓക്കെ. അതേപോലെ ആക്സസിന് വേണ്ടി പാസ്വേഡ് ഒക്കെ വെച്ച് വെക്കുക. ഓക്കെ. ഈ അമെന്റ്മെന്റ്സ് വരുത്തുമ്പോൾ ഒരു എക്സെപ്ഷൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അമെന്റ്മെന്റ്സ് വരുത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിന്റെ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അമെന്റ്മെന്റ്സ് വരുത്തുമ്പോൾ അല്ല എക്സെപ്ഷൻ റിപ്പോർട്ട്. അമെന്റ്മെന്റ്സിന് ഒരു റിവ്യൂ റിപ്പോർട്ടും വേണം, അതേപോലെ എക്സെപ്ഷൻ റിപ്പോർട്ടും വേണം. അതായത് അൺയൂഷ്വലി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് എക്സെപ്ഷൻ റിപ്പോർട്ട് വേണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ. പിന്നെന്താണ്? ഇൻഡിപെൻഡന്റ് ചെക്ക് സ്റ്റാൻഡിംഗ് ഡാറ്റയിൽ ഇൻഡിപെൻഡന്റ് ചെക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു റിവ്യൂവിന്റെ സൈനും കാര്യങ്ങളൊക്കെ. പിന്നെ റെക്കോർഡിംഗ് വേജസ് ഡ്യൂ എന്ന് പറയുമ്പം ക്ലോക്ക് ആർട്സ് വെച്ചിട്ടാണ് നോർമലി വേജസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലെ. അതിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു ഒരു ക്ലോക്ക് ആർട്സ് അല്ലെങ്കിൽ ടൈം ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാവാന്നുള്ളത് അല്ലെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾസ് എന്തൊക്കെയായിരിക്കും? ആ ഒരു ക്ലോക്കിംഗ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ID നോക്കുന്നുണ്ടോ? നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, ഒരു സെക്യൂരിറ്റിനെ വെച്ചിട്ട് ആ സെക്യൂരിറ്റി ID നോക്കുന്നുണ്ടോ എന്നൊക്കെ ചെയ്തത് ആ സാധനം തന്നെ. പിന്നെന്താണ്? ക്ലോക്ക് ആർട്സ് എപ്പോഴും ഒരു റെസ്പോൺസിബിൾ ഒഫീഷ്യൽ എന്ത് ചെയ്യണം, ഓത്തറൈസ് ചെയ്യണം. എന്നിട്ട് അയാൾ വേണം അത് പേറോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? പിന്നെ HR ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ഒരു ബ്ലാങ്ക് ക്ലോക്ക് കാർഡ്സ് അല്ലെങ്കിൽ ID കാർഡ്സ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ. ആൻഡ് ന്യൂ എംപ്ലോയീസിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാധനം വെക്കുന്നത്. ഓക്കെ. സോ ദാറ്റ് ടൈം ക്ലോക്ക് കാർഡ്സിന് ഡെഫിഷ്യൻസി ഉണ്ടാവരുത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എംപ്ലോയീസ് തോന്നിയ പോലെ അവർ പറയും അല്ലെ, ഞാൻ ഇത്ര ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് എവിഡൻസ് ഉണ്ടാവത്തില്ല. ഇനി അടുത്തത് വേജസ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ എപ്പോഴും ഗ്രോസ് ടു നെറ്റ് പേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ എംപ്ലോയിയുടെ ആസ് ഇൻടു ഗ്രോസ് വേജ് ആണെന്ത് പേ. നമ്മളിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് 1000 പെർ അവർ എന്നാണെങ്കിൽ ഞാൻ ചെയ്ത വർക്കിന്റെ ആസ് ഇൻടു 1000 ആണ് എന്റെ അന്നത്തെ വേജ് റേറ്റ് അല്ലെ. സോ സെയിം വേ എപ്പോഴും ഗ്രോസ് പേ അത് ഗ്രോസ് ആണ് അല്ലെ. അതിന്റെ ശേഷം എന്ത് ചെയ്യും, എന്റെ ടാക്സ് വലിക്കും അല്ലെ.
സോ സെയിം ലോജിക് വെച്ചിട്ട് നമ്മൾ എത്ര hours വർക്ക് ചെയ്തിട്ടുണ്ടോ അതിന്റെ വേജ് റേറ്റ് ഇൻറ്റു ചെയ്ത് എന്ത് കിട്ടും? ആ ഒരു ദിവസത്തെ വേജസ് എങ്ങനെയാണെന്നുള്ളത് കിട്ടും. അപ്പൊ റീകാൽക്കുലേറ്റ് ചെയ്യൽ എന്താണ്? ഒരു നോർമൽ കൺട്രോൾ പ്രൊസീജിയർ ആണ്. ക്ലിയർ യെസ്. അല്ലേ? പിന്നെന്താണ്? ഓവർ ടൈം ഫോംസ് ഒക്കെ ഉണ്ടാവണം, ഓവർ ടൈം ലിസ്റ്റ് ഒക്കെ ഉണ്ടാവണം, ഓവർ ടൈം മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ടു ടൈം എന്ത് ചെയ്യണം? നമ്മൾ റീപെർഫോം ചെയ്യണം, റീകാൽക്കുലേറ്റ് ചെയ്യണം. എറർ റിപ്പോർട്ട്സ്, ഈ പറഞ്ഞ പോലെ എക്സെപ്ഷൻ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ? ഓക്കെ അല്ലേ? പിന്നെന്താണ്? സാമ്പിൾ ഓഫ് പേറോൾ കാൽക്കുലേഷൻസ് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു സീനിയർ ഒഫീഷ്യൽ ചെക്ക് ചെയ്ത് അയാള് സൈൻ ഓഫ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ഇനി അടുത്തത് പേയ്മെന്റ് ഓഫ് വേജസ് ആണ്. ഇത് ആ കൺട്രോൾ ചാപ്റ്ററിൽ ലാസ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. പേയ്മെന്റ് പോകുന്നതിന് മുന്നേ തന്നെ ഒരു റെസ്പോൺസിബിൾ ഒഫീഷ്യൽ എന്ത് ചെയ്യും? എല്ലാം ചെക്ക് ചെയ്ത് സൈൻ ഓഫ് ചെയ്യും. ക്ലിയർ? ഓക്കെ. ഇനി ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് പോകുന്നെങ്കിൽ അതും എന്ത് ചെയ്യണം? ഓത്തറൈസ് ചെയ്യണം. ഇനി അതേപോലെ ക്യാഷ് പേയ്മെന്റ്സ് നടക്കുന്ന സമയത്ത് 2 ഇൻഡിവിജ്വൽ എംപ്ലോയീസ് ഉണ്ടാവും. ഒരാൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യാന്നുള്ളത്, അല്ലെ? പിന്നെ കൊടുക്കുന്ന സമയത്ത് ആ സാധനം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും? എംപ്ലോയി റെസീപ്റ്റ് സൈൻ ചെയ്യും, അല്ലെ? ഇനി അതേപോലെ എന്തെങ്കിലും വേജ് പാക്കറ്റ്സ് അൺകളക്റ്റഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഒരു റെസ്പോൺസിബിൾ ഒഫീഷ്യൽ വന്നിട്ട് അത് എടുത്ത് എക്നോളജ് ചെയ്ത് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യണം. ക്ലിയർ? യെസ്. ഓക്കെ. പിന്നെന്താണ്? അക്കൗണ്ടിങ് ഫോർ വേജ് കോസ്റ്റ് ആൻഡ് ഡിഡക്ഷൻസ് ആണ്. ഇനി പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് ആണ്, വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ പേയി ആണ്, അല്ലെ? യു കെയില് പേയി ആണ്, പേ ആസ് യു ഏൺ, അല്ലെ? അപ്പൊ അതും പിന്നെ ഈ പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിഡക്ഷൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ആ ഡിഡക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റെലവെന്റ് കൺട്രോൾസ് എന്താണ്? ഒന്നെന്ന് വെച്ചാൽ നമ്മൾ മന്ത്ലി എന്ത് ചെയ്യും? കമ്പാരിസൺ നടത്തും ആക്ച്വലും ബജറ്റഡ് പേറോൾസും തമ്മിൽ. ക്ലിയർ? എന്നിട്ട് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേരിയൻസസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അന്വേഷിക്കും. ക്ലിയർ? പിന്നെന്താണ്? ഓരോ ടോട്ടൽ പേയും ഡിഡക്ഷൻസും നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ്ലി റീകൺസൈൽ ചെയ്യും. ക്ലിയർ? ഇതൊക്കെ പ്രൊസീജിയേഴ്സിലുണ്ട്. അത് കുറച്ച് ഷോർട്ട് ആൻഡ് വേർഷൻ ആക്കി എന്താ ചെയ്യത്? കൺട്രോൾ പ്രൊസീജിയർ ആയി. ക്ലിയർ? ഇനി ആനുവൽ കംപ്ലീഷൻ ഓഫ് ടാക്സ് റിട്ടേൺസ് ആൻഡ് റീകൺസിലിയേഷൻ ഓഫ് ടാക്സ് ഡിഡക്റ്റഡ്. അപ്പൊ ടാക്സ് റിട്ടേൺസ് എന്തൊക്കെയുണ്ടോ അതുമായിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ടാക്സ് ഡിഡക്റ്റഡുമായിട്ട് റീകൺസൈൽ ചെയ്യാം. ക്ലിയർ? ഓക്കെ അല്ലേടോ? ഇനി മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ടു ഫ്രോഡ് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള പേറോൾ ഫ്രോഡാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്താണ്? ഫിക്ടീഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുക? ആൾക്കാരെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇല്ലാത്ത എംപ്ലോയീസിന് പൈസ പോവുക. അതാണ് ഫിക്ടീഷ്യസ് എംപ്ലോയീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ ഇല്ലേ? ഓക്കെ. ഇനി എന്താണ്? ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്താണ്? ഏതെങ്കിലും ഒരു ലോ ലെവൽ എംപ്ലോയീസിന് എന്തുണ്ടാവും? ആക്സസ് ഉണ്ടാവും, മാസ്റ്റർ ഡാറ്റ ഫയൽ, അല്ലെ? അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ക്വസ്റ്റനിലൊക്കെ ചെയ്തപ്പം കണ്ടായിരുന്നു, അല്ലെ? ഇനി എന്താണ്? ഡെലിബറേറ്റ്ലി ടൈമിംഗ് എറേഴ്സ് നടത്തുക. ഓക്കെ. അതായത് എന്താണ്? പുതിയ എംപ്ലോയീസ് അവര് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വർക്ക് തുടങ്ങി എന്നുള്ള രീതിയിൽ വെക്കുക മുമ്പോട്ട്. ഓക്കെ. ഇത് വേജസ് അല്ല, ഇത് പേറോൾ റിലേറ്റഡ് ആണ്. ഓക്കെ. പിന്നെന്താണ്? റിക്വസ്റ്റിംഗ് എ ചെക്ക് ഫോർ നെറ്റ് വേജസ് ഇൻ എക്സസ് ഓഫ് ദ റിക്വയർഡ് എമൗണ്ട്. ചെക്ക് കൊടുക്കുന്ന സമയത്ത്, അതായത് പേറോളിന്റെ ചെക്ക് പോകുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി കിട്ടേണ്ട എമൗണ്ടിനെയും കാട്ടിയും കൂടുതൽ എന്ത് ചെയ്യുക? എമൗണ്ട് ചോദിക്കുക, അല്ലെങ്കിൽ ചെക്ക് എഴുതുക അതിന്റെ മുകളിൽ. ക്ലിയർ? ഓക്കെ. അതേപോലെ എംപ്ലോയീസ് ബാങ്ക് വഴിയാണ് പേയ്മെന്റ് നടത്തിയതെങ്കിൽ ആ ബാങ്ക് വഴി പോകുന്നതിന് മുന്നേ അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക അത് എമെൻഡ് ചെയ്യാനൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? ഫ്രോഡായിട്ട് ബന്ധപ്പെട്ടതാ. പിന്നെന്താണ്? അൺഓത്തറൈസ്ഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഓവർ ടൈം പേയ്മെന്റ്സ് പോവുക. ഇതൊക്കെ ഫ്രോഡിൽ പെടുന്നതാണേ. ഓക്കെ. എന്തായാലും വായിക്കണേ. ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു സെനേറിയോ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. മാർച്ചില് ഇതിപ്പം വേജസ് അല്ലേ? മാർച്ചില് പേറോളാണ് ഫുൾ ആയിട്ട് ഉണ്ടായത്. സെയിം പേറോളിന് അവർക്ക് കൺട്രോളും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, ഈ പേറോൾന്ന് കൺട്രോൾസ് നമ്മൾ എഴുതേണ്ട 8 പേറോൾസ് തന്നെ. ആ, ഇതിപ്പോ നിങ്ങൾക്ക് വേജസ് ആ കാണുന്നത്. അപ്പം ദ ചാൻസസ് ആർ നിങ്ങൾക്ക് വേജസ് ഓവർ ടൈം ഇതിനെ ബന്ധിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം.
എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന, എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. പിന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൽ ഇന്ററിം ഓഡിറ്റ്, അതായത് നമ്മൾ ഫസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ആദ്യം എൻഷുർ ചെയ്യും എംപ്ലോയീസ് അവർ ചെയ്ത വർക്കിന് തന്നെയാണ് പൈസ മേടിക്കുന്നത് എന്നുള്ളത്, അല്ലെ? അങ്ങനെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? നമ്മൾ ക്ലോക്ക് ഓൺ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ ക്ലോക്ക് ഓൺ ഇതൊക്കെ ഒബ്സർവ് ചെയ്യും. ക്ലോക്കിംഗ് പ്രോസസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരാൾ സൂപ്പർവൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യും. അതാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. അതിന്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്തായിരിക്കും? നമ്മൾ എംപ്ലോയീസിനെ ഒരു പേറോൾ സിസ്റ്റത്തിൽ നിന്ന് ഒരു സാമ്പിൾ ഓഫ് എംപ്ലോയീസ് എടുക്കും. അവരുടെ ആസ് എഗ്രി ചെയ്യും ടു ദ ക്ലോക്ക് കാർഡ്സ് ആൻഡ് എൻഷുർ ദാറ്റ് ദേ ഹാവ് ബിൻ ആക്യുറേറ്റ്ലി പെയ്ഡ്, അല്ലെ? ആക്യുറസി ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് സുമാറ് പറഞ്ഞതാണ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ ത്രീ പാർട്ട് ഫോർമാറ്റിൽ തന്നെ എഴുതാം കേട്ടാ. ഇത് മിസ് ചെയ്ത് തന്ന സബ്സ്റ്റാൻസ് പ്രൊസീജിയറിൽ ഇതുണ്ട്. ഉണ്ടല്ലേ? ആ ഉണ്ട്. പേറോളിനെ നമ്മൾ ചെയ്തായിരുന്നു അല്ലെ? ഓക്കെ, സെയിം സാധനമാണ്, ഒരു വ്യത്യാസവും ഇല്ല കേട്ടാ. നമ്മൾ ഈ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ എന്തായി? ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയി കേട്ടാ. ഇനി വേജസ് വാലിഡ് എംപ്ലോയീസിനാണ് പേ ചെയ്തെന്നുള്ളത്, അറ്റൻഡ് ദ വേജസ് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അത് അറ്റൻഡ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്താണ്? നമ്മൾ സാമ്പിൾ ഓഫ് എംപ്ലോയീസ് എടുക്കും, പേറോളുമായിട്ട് എഗ്രി ചെയ്യും, എന്നിട്ട് എംപ്ലോയിയുടെ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റുമായിട്ട് നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും? എൻഷുർ ചെയ്യും അവര് എഗ്രി ചെയ്ത പൈസക്ക് തന്നെയാണ് അവര് കൊടുക്കുന്നതെന്നുള്ളത്. ഇതും ഞാൻ എഴുതിയെന്ന് തോന്നുന്നു. ഈ ടെസ്റ്റ് ഓഫ് കൺട്രോള് ഓഡിറ്റർ ടെസ്റ്റ് ചെയ്യണ പോലെ അല്ലേ ഇതുണ്ട്? ആ, ഓഡിറ്റർ ടെസ്റ്റ് ചെയ്യുന്ന പോലെ എഴുതണ്ട. പക്ഷെ പേരൊന്നും വേണ്ട. റിസ്കിന്റെ റെസ്പോൺസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ദ ഓഡിറ്റ് മാനേജർ ഷുഡ്, ദി ഓഡിറ്റ് ടീം ഷുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. ടെസ്റ്റ് ഓഫ് കൺട്രോൾ അങ്ങനെയൊന്നും എഴുതണ്ട. ഓഡിറ്റ് റെസ്പോൺസിൽ നിങ്ങൾ കമ്പനിയുടെ പേരടക്കം എഴുതും. അതാണ് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു. റിസ്ക് ആൻഡ് റെസ്പോൺസിലാണ് എന്ത് ചെയ്യുക? നമ്മൾ സെനേറിയോ ബേസ്ഡ് ആയിട്ട് കമ്പനിയൊക്കെ കണക്ട് ചെയ്ത് എഴുതുക. ടെസ്റ്റ് ഓഫ് കൺട്രോൾ പ്രൊസീജിയറിലൊക്കെ നമ്മൾ ആ കോപ്പി പേസ്റ്റിൽ മാത്രമാണ് കമ്പനി പേരൊക്കെ കൊടുക്കുക. കോപ്പി പേസ്റ്റിൽ എന്തായാലും കൊടുക്കാറുണ്ട്. അതിനുശേഷം പിന്നെ വരുന്നത് മൊത്തം സ്റ്റാൻഡേർഡ്സ് പോലെ എഴുതേണ്ടതാണ്. ക്ലിയർ? ഓക്കെ. ആൻഡ് ACCയുടെ ട്രെൻഡ് നമ്മൾ കണ്ടുവന്ന എന്താ വെച്ചാൽ, നിങ്ങൾ പഠിച്ച് ഓൺ വേർഡ്സിൽ എഴുതിയാലാണ് അവർ കൂടുതൽ മാർക്സ് ഇട്ട് തരുന്നത്. പഠിച്ച് ഓൺ വേർഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓഡിറ്റിന്റെ നോട്ട്സ് പഠിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓഡിറ്റ് ലാംഗ്വേജ് കുറച്ച് ഏലാവും. അപ്പൊ അതിനുശേഷം അതുപോലെ എഴുതിയാൽ മതി കേട്ടാ. ഇനി തേർഡ് വൺ, ഓവർ ടൈം പെയ്ഡ് കറക്റ്റ് ആണോ നോക്കല്ലേ. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്? ഓവർ ടൈം ലിസ്റ്റ് അല്ലെങ്കിൽ ഷീറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യും? അത് റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യും. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ഓവർ ടൈം കോസ്റ്റ് നമ്മൾ എടുത്തിട്ട് പ്രയർ ഇയറും ഈ ഇയറും കമ്പയർ ചെയ്യും. എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് വേരിയൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ. അനലിറ്റിക്കൽ പ്രൊസീജിയർ ആണ് എപ്പോഴും ലാസ്റ്റ് വെക്കുക. ഇനി അടുത്തത് റേറ്റ്, വേജസ് പേ ചെയ്തത് കറക്റ്റ് പേ റേറ്റിലാണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്? എമെൻമെന്റ്സ്, മാസ്റ്റർ ഫയൽ ഡാറ്റ എടുക്കും, എമെൻമെന്റ്സ് ഒക്കെ നോക്കും, എന്നിട്ട് ആ എമെൻമെന്റ്സ് ഒക്കെ ഇൻഡിപെൻഡന്റ്ലി റിവ്യൂഡ് ആണോ എന്നുള്ളത് നോക്കും. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ എംപ്ലോയിയുടെ വേജ് റേറ്റ്സ് പ്രിന്റ് ഔട്ട് എടുക്കും, അതിന് നമ്മൾ HR റെക്കോർഡ്സിൽ എംപ്ലോയി കോൺട്രാക്റ്റുമായിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് ആ വേജ് റേറ്റ് തന്നെയാണ് പേ ചെയ്തതെന്നുള്ളത് എഗ്രി ചെയ്യും. ക്ലിയർ? ഓക്കെ. പിന്നെ ടു എൻഷുർ ദാറ്റ് എറേഴ്സ് ഡു നോട്ട് ഒക്കർ ഇൻ പേറോൾ കാൽക്കുലേഷൻസ് റീകാൽക്കുലേറ്റ് ചെയ്യും ബേസിക്കലി. അപ്പം കൺട്രോൾ എന്തായിരിക്കണം? ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പേറോള് റീകാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ട് എവിഡൻസ് ബൈ വേ ഓഫ് സിഗ്നേച്ചർ എന്നായിരിക്കും നിങ്ങൾ കൺട്രോൾ എഴുതിയിട്ടുണ്ടാവാം. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ് എഴുതുക? അവര് ചെയ്ത സിഗ്നേച്ചർ നിങ്ങൾ എന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും. ക്ലിയർ? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ നമ്മൾ റീപെർഫോം ചെയ്യും അല്ലെങ്കിൽ റീകാൽക്കുലേറ്റ് ചെയ്യും ഫോർ എ സാമ്പിൾ ഓഫ് എംപ്ലോയീസ്, എന്നിട്ട് എന്തിന് അത് ഗ്രോസ് ടു നെറ്റ് പേ റീകാൽക്കുലേറ്റ് ചെയ്യും, അതിന് പേറോൾ റെക്കോർഡ്സ് ആയിട്ട് എഗ്രി ചെയ്യും. ക്ലിയർ? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഫസ്റ്റത്തെ പോലൊന്നല്ലല്ലോ. ഫൈനൽ ഓഡിറ്റ്, ഇതൊക്കെ ഇന്ററിം ഓഡിറ്റ് ആണ്. ഫസ്റ്റ് ചെയ്യുമ്പോഴുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. ഇനി നിങ്ങൾ ലാസ്റ്റ് റിപ്പോർട്ടിന് മുന്നേ ഒന്നും കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? ഫൈനൽ ഓഡിറ്റ് നടത്തും, അല്ലെ? ഫൈനൽ ഓഡിറ്റ് എപ്പോഴും എസേർഷൻ എന്താണ്? ആക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ആണ്. ഓക്കെ. അതായത് വേജ് കോസ്റ്റ്, പേറോൾ ഡിഡക്ഷൻ, ഇതിന്റെ ഒക്കെ ബാലൻസ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലവിടെ ഇല്ലേ? അപ്പം സബ്സ്റ്റാൻറ്റീവ് ഓഡിറ്റ് പ്രോഗ്രാം എന്തൊക്കെയാണ്? ടോട്ടൽ വേജസും കണ്ട ഇവിടെ വരുമ്പോ എല്ലാം ആഗ്രിഗേറ്റ് പോലെയായി, അല്ലെ? പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ വേജസും അതേപോലെ ഡിഡക്ഷൻസും എന്ത് ചെയ്യും?
ഇൻഡിവിജ്വൽ ജനറൽ കൺട്രോൾ, അതായത് പേറോൾ ലെഡ്ജർ അക്കൗണ്ട്സിലൊക്കെ നോക്കിയിട്ട് എഗ്രി ചെയ്യും. പിന്നെന്ത് ചെയ്യും? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതായത് എംപ്ലോയീസും അവരുടെ ആവറേജ് വേജ് റേറ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇത് നിർബന്ധമായിട്ട് പഠിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 times ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ. പിന്നെ carry out month by month comparisons of total wages with prior year budget and investigate differences. Month by month comparison എന്ത് ചെയ്യുക? നോക്കുക ടോട്ടൽ വേജസുമായിട്ട്. എന്നിട്ട് കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ഫോർകാസ്റ്റോ ആയിട്ട് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്യുക വിത്ത് ദ മാനേജ്മെന്റ്. പിന്നെന്താണ്? എഗ്രി സൺഡ്രൈ പേയബിൾസ് ഫോർ ടാക്സ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ഇയർ എൻഡ് to the payroll records and check subsequent payment to cash book. ഇനി എന്തെങ്കിലും ടാക്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇയർ എൻഡ് കിടപ്പുണ്ടെങ്കിൽ അതിനെ പേറോൾ റെക്കോർഡ്സ് ആയിട്ട് എഗ്രി ചെയ്യുക. അതേപോലെ ഇയർ എൻഡിന് ശേഷം ക്യാഷ് ബുക്കിൽ നിന്ന് അത് ഡിഡക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് എഗ്രി ചെയ്യുക. ക്ലിയർ? അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റ് ടെക്നിക്, അതായത് കാറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതാണ് ഇപ്പം നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരു സാധനം. അല്ല, ഈ ആർട്ടിക്കിൾ കൊണ്ട് പോലും ഉദ്ദേശിക്കണത് എന്താ? എക്സാമിന് ഇത് വരാൻ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ആർട്ടിക്കിൾസിനെ കൊണ്ടുള്ള ലാഭം എന്താ വെച്ചാൽ സ്കിൽ ലെവലിലും പ്രൊഫഷണൽ മൊഡ്യൂളിലും ഏതെങ്കിലും നിങ്ങൾ വായിക്കുന്ന ആർട്ടിക്കിൾസിൽ ഏതെങ്കിലും ഒരു സംഭവം എന്തായാലും ചോദിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നോളജ് കുറച്ചും കൂടി കൂടും. ഇതിലിപ്പം പേറോളിന്റെ ആണ് മൊത്തം പറയുന്നത്. എന്റെ ഒരു ഇതാണ്, എന്തായാലും ചോദിക്കും. പേറോളിന് വേജസിനെ പറ്റി ചോദിക്കും. ഒന്നിക്ക് അത് കൺട്രോൾ പ്രൊസീജിയർ ആയിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മാർച്ചിൽ ചോദിച്ച പോലെ രണ്ടെണ്ണം ഒന്നിച്ചായിരിക്കും. ഓക്കെ. പിന്നെ കാറ്റ് എന്തായാലും ചോദിക്കുന്ന എവിഡന്റ് ആണ്, കാരണം കാറ്റും എത്തിക്സും ആണ് നിങ്ങൾക്ക് പുതിയതായിട്ട് അവർ ഇട്ട് തന്നെ. പുതിയതല്ല, പഴയ ടോപ്പിക് ആണ്. കുറച്ചും കൂടി എംഫസൈസ് ചെയ്തിട്ട് ഇപ്രാവശ്യമാണ് ഇറക്കിയത്. ഇപ്രാവശ്യം അല്ല, കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ. ഇപ്പം കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റ് ടെക്നിക്കിൽ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ഡാറ്റ ആണ് നടത്തുക, അല്ലെ? കമ്പ്യൂട്ടർ ചെയ്തത് ശരിയാണോ എന്നാ നോക്കുക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയി നമ്പർ ഇൻപുട്ട് ചെയ്യും. അപ്പം കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് റിജക്ട് ചെയ്യണം, അല്ലെ? നമ്മൾ ഏതോ ഒരു ക്വസ്റ്റനിൽ ചെയ്തായിരുന്നത് യുണീക്ക് ഐ ഡി നമ്പർ എടുത്തിട്ട് പിന്നെന്താണ്? അതെ. പിന്നെ ഗ്രോസ് വീക്ക്ലി പേ 2000 ശേഷം ചിലപ്പം എല്ലാ കമ്പനീസിലും ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും ത്രഷ് ഹോൾഡ് ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2000 മുകളിലുള്ളത് പിന്നെ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി നോക്കും. ഒരു എംപ്ലോയിക്ക് ഫിക്സ്ഡ് ആയിട്ട് 2000 ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മുകളിലേക്ക് പേ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു എംപ്ലോയീസിന്റെ പേരൊക്കെ അടക്കം എക്സെപ്ഷൻ റിപ്പോർട്ട് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണം. ക്ലിയർ? അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്നതാണ്, അല്ലെ? അതേപോലെ 30 hours per week കഴിഞ്ഞുള്ള ഓവർ ടൈമിന്റെ മുകളിൽ എന്ത് ചെയ്യുക? എക്സെപ്ഷൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓഡിറ്റ് സോഫ്റ്റ്വെയർ ഇസ് നോർമലി യൂസ്ഡ് ബൈ ഓഡിറ്റർ ഫോർ സബ്സ്റ്റാൻഡീവ് ടെസ്റ്റിംഗ് ക്യാൻ ഇന്റഗ്രേറ്റ് ക്ലൈന്റ് കമ്പനീസ് എനിക്ക് നാവൂരുള്ള ചട്ടാ ക്ലൈന്റ് കമ്പനീസ് കമ്പ്യൂട്ടർ ഫയൽസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ റീപെർഫോം ചെയ്യും. അത് റീപെർഫോം ചെയ്തില്ല എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റനിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? ഡെഫിഷ്യൻസി ആണ്. ക്ലിയർ? അപ്പൊ എന്തൊക്കെയാണ് റീപെർഫോം ചെയ്യാനുള്ള ചാൻസസ്? ഗ്രോസ് വേജസ്, ഡിഡക്ഷൻസ്, പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ടോട്ടലൊക്കെ പേറോൾസും ആയിട്ട് കാസ്റ്റ്, അതിന്റെ ടോട്ടൽ കാസ്റ്റ് ചെയ്യും. അതിനെ കാസ്റ്റ് ചെയ്യും, പേറോളായിട്ട് കമ്പയർ ചെയ്യും. കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്ത്? ടോട്ടൽ കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാന്നാ. അപ്പൊ കാസ്റ്റ് എന്താണ്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ ബൈ കാസ്റ്റിംഗ് എന്നൊന്ന് എഴുതിയേക്കല്ലേ, കേട്ടാ? മനസ്സിലായില്ല. കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ ചെയ്യാന്നാ. അറിയാലോ. ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ബൈ കാസ്റ്റിംഗ് എന്നൊന്നും എഴുതരുത്. കാസ്റ്റ് ദ ടോട്ടൽ എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. ഓക്കെ. പിന്നെ പേറോൾ ഫയലിലെ ബിഗിനിങ് ഓഫ് ദി ഇയറും എൻഡ് ഓഫ് ദി ഇയറും സ്റ്റാർട്ടേഴ്സ് ആൻഡ് ലീവേഴ്സ് എന്ത് ചെയ്യുക? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുക. പേറോൾ ആൾക്കാരുടെ കയ്യിലുള്ള ഫയലും HR ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള ഫയലും അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്യണം. ക്ലിയർ? കമ്പയറിംഗ് എംപ്ലോയി റെക്കോർഡ്സ് ഓൺ ദ പേറോൾ ഫയൽ ആൻഡ് HR ഫയൽസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് കൺട്രോളിൽ എന്തായാലും വരും, ഒബ്വിയസ്ലി വരും. പിന്നെ ഉള്ളത് എസേർഷൻസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. റിവ്യൂ റിപ്പോർട്ട്, കോൺസിക്വന്റ് ഇവന്റ്സ് മതി. ഇവിടെ ഇന്റേണൽ ഓഡിറ്റേഴ്സിന്റെ ഉണ്ടല്ലോ,
അപ്പൊ എന്തായാലും അതിനോടനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അതാ ലെസൺ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ നമ്മള് ആ ലെസണിൽ മൊത്തമായിട്ട് പഠിച്ച എന്താണ്, ഇന്റേണൽ ഓഡിറ്റേഴ്സിന്, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന് ആരോട് ആക്സസ് ഉണ്ട്, ഇന്റേണൽ ഓഡിറ്റേഴ്സിനോട് ആക്സസ് ഉണ്ട് അല്ലെ. പക്ഷെ ചില സമയത്ത് ചില കൺട്രിയുടെ റൂൾസ് പ്രകാരം എന്താവാം, ഇത് പ്രോഹിബിറ്റഡ് ആവാം. ക്ലിയർ? ഓക്കെ അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ FRC UK റൂള് പ്രകാരം എന്താണ്, ഇന്റേണൽ ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യില്ല, നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല എന്നുള്ളത്. ക്ലിയർ? ഓക്കെ, ഓഡിറ്റർ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇവരെ യൂസ് ചെയ്തത് കൊണ്ട് ഓഡിറ്ററിന് അവരുടെ ഇൻഡിപെൻഡൻസും ഓബ്ജക്ടിവിറ്റിയും കോംപ്രമൈസ് ആവില്ല എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ എടുക്കണം എന്നുള്ള തീരുമാനിക്കുന്നതിന് മുന്നേ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് കൊടുക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് വൺ പറയുന്ന എന്താണ്, ഇവർ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ ഹയർ ചെയ്തത് ആ ഹയറിംഗ് പ്രോസസ്സും ട്രെയിനിങ്ങും പിന്നെ അവർക്ക് കൊടുക്കുന്ന എൻഗേജ്മെന്റ്സും എല്ലാം പ്രോപ്പർ ആണെന്നുള്ളത് എൻഷുർ ചെയ്യുക. പിന്നെ ഇന്റേണൽ ഓഡിറ്റേഴ്സിന് അവരുടേതായ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഓഡിറ്റിങ്ങിനെ പറ്റി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, പ്രൊഫഷൻസി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. പിന്നെന്താണ്, ഈ ആ ക്ലയന്റ് കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സിന് മതിയായ രീതിയിൽ സ്കില്ലും നോളജ് ഒക്കെ, ഇത് നോട്ട്സിലുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷന് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഫ്രെയിംവർക്കും ഒക്കെ നന്നായിട്ട് അറിയാന്നുള്ളത് എൻഷുർ ചെയ്യുക. ക്ലിയർ? ഡയറക്റ്റ് അസിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് സ്കോപ്പ് വളരെ നാരോ ആയിരിക്കണം. അവർക്ക് FS ആയിട്ട് റിലേറ്റഡ് ആയിട്ടൊന്നും അവർക്ക് കൊടുക്കരുത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ദാറ്റ് ഇസ് ബീങ് പ്രോഹിബിറ്റഡ്, ഏതൊക്കെയാണ്? ഒന്ന്, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടി കൊടുക്കരുത്. അതേപോലെ പെർഫോം ചെയ്ത ടെസ്റ്റിന്റെ സഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിക്കരുത്. അതേപോലെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ഒന്നും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിക്കരുത്. അതേപോലെ ഡിസ്ക്ലോഷേഴ്സ് FS ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവരെ ഏൽപ്പിക്കരുത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനി നമ്മളൊരു ക്ലയന്റ് കമ്പനി പോയിട്ട് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു വളരെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണം. അവർക്ക് എന്ത് ചെയ്യരുത്, ഒരുപാട് വർക്ക് ഒന്നും കൊടുക്കരുത്. അവരുടെ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സ്കോപ്പ് എന്ത് ചെയ്യണം, വർക്ക് എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം ചുരുക്കണം, നാരോ ചെയ്യണം. ക്ലിയർ? ഓക്കെ. ഇനി ഡയറക്റ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലും ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യരുത്. ക്ലിയർ? പിന്നെന്താണ്, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഹൈ ആയിട്ടുള്ള ഏരിയാസിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ല ജഡ്ജ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യരുത്, അവരെ ഇൻവോൾവ് ചെയ്യിക്കരുത്. പിന്നെ ഇവിടെ സ്റ്റാൻഡേർഡ്സ് പറയുന്നതാണ്, ഇന്ന് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിന്റെ പേരും നമ്പറൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇനി ഇന്റേണൽ ഓഡിറ്റേഴ്സ് എവിടെയൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്, അവരെന്തൊക്കെ പേ ചെയ്തിട്ടുണ്ട്, അവരെന്തൊക്കെ വർക്ക് നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഓൾറെഡി റിപ്പോർട്ടഡ് ആയിരിക്കണം. അതേപോലെ സെൽഫ് റിവ്യൂ ത്രെറ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അവർ ചെയ്ത വർക്ക് അവർ തന്നെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ എക്സ്റ്റേണൽ ഓഡിറ്റർ യൂസിങ് ഇന്റേണൽ ഡയറക്റ്റ് അസിസ്റ്റൻസ്, ഇത് എനിക്ക് തോന്നുന്നു തന്ന നോട്ട്സിലുണ്ട്. ഓക്കെ.
അത്രക്കെ ഉള്ളൂ. അപ്പൊ അതാ ഉള്ളൂ. വേറെന്താ നീ ചോദിച്ച ഡിവിഡൻ പ്രപ്പോസ്ഡ് ഉണ്ട് അല്ലേ? വാട്സപ്പിൽ അയക്കാം. ബാക്കിയൊക്കെ പഠിച്ചതല്ലേ? അതെ അതെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. മിസ്സിന്റെ വീട് എവിടെയാണ്? എന്റെ വീട്